രണ്ട്, നമുക്കറിയാം പല കാര്യങ്ങൾ ടീനേജേഴ്സാണ്, കുട്ടികൾ. എന്തുകൊണ്ടാണ് 18 വയസ്സിൽ താഴെയുള്ളവർ കുറ്റകൃത്യം ചെയ്താൽ ജുവനൈൽ ബോർഡിൻ്റെ അടുത്തേക്ക് വിട്ടിരുന്നത്? എന്തുകൊണ്ടാണ്? ദേ ആർ ഒരു കൺസെപ്റ്റാണ്. ദേ ആർ ഇൻകേപ്പബിൾ അല്ലേ, ഇൻകേപ്പബിൾ ടു കമ്മിറ്റിംഗ് എ ക്രൈം എന്നാണ് പ്രായമാകുമ്പോൾ. 18 വയസ്സ് വരെ ആയിരുന്നു. ഇപ്പോൾ നിർഭയ കേസിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. എന്താ? 16 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കൂടി കുറ്റകൃത്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ, മുതിർന്നവർ കുറ്റകൃത്യം ചെയ്യുന്നത് പോലെ തന്നെ കണക്കാക്കി മുതിർന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു. നമുക്കറിയാം ഈ ഏജ് ഗ്രൂപ്പാണ്. ഈ ഏജ് ഗ്രൂപ്പിൽ അവരെ സ്വാധീനിക്കുന്നത് എന്താണ് നമ്മൾ അറിയണ്ടേ? നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ കൂടി നമ്മൾ നിരീക്ഷിക്കണ്ടേ? അത് സ്കൂളുകളിൽ മാത്രമാണ്, കോളേജുകളിലില്ലേ? കോളേജുകളിൽ, ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാതായി പോയതുകൊണ്ടാണോ? വിദ്യാർത്ഥി രാഷ്ട്രീയം നന്നായി നിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടല്ലോ ഈ റാഗിങ് നടക്കുന്നുണ്ടല്ലോ, ഈ ഡ്രഗ്സ് നടക്കുന്നുണ്ടല്ലോ. ഇപ്പം ഈ പറഞ്ഞ കോട്ടയത്തെ കേസ് എന്താ? കോട്ടയത്തെ കേസ് നേതാക്കന്മാർക്ക് ഡ്രഗ്സ് അടിക്കാൻ വേണ്ടി കാശ് കൊടുക്കാത്തതുകൊണ്ടാണ് കോമ്പസ് കൊണ്ട് കുത്തിക്കീറിയിട്ട് MLA ഇവിടെ ഇരിക്കുന്നു, ഫെവിക്കോൾ ഒട്ടിച്ചത്. കോമ്പസ് കൊണ്ട് ശരീരം കുത്തിക്കീറിയിട്ട് ഡ്രഗ്സ് കഴിക്കാൻ പൈസ കൊടുക്കാത്തതുകൊണ്ടാണ്. ഇപ്പം ഈ താമരശ്ശേരിയിലുണ്ടായ സംഭവം, അവർ പരീക്ഷ എഴുതുകയാണ്. അവർ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ പരസ്പരം പങ്കുവെച്ചതുപോലെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ആ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ അവർ പങ്കുവെച്ച ചർച്ച പോലീസ് പുറത്തുവിട്ടപ്പോൾ ഷോക്കിംഗ് ആണ്. നീ പേടിക്കൊന്നും വേണ്ട, SLC പരീക്ഷ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. പിന്നെ നമ്മൾ ചെറുപ്പമായതുകൊണ്ട് ഈ കൂട്ടമായി ആക്രമിച്ച ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാണ്. ഞാൻ ചോദിക്കട്ടെ, സിദ്ധാർത്ഥൻ്റെ ആ മരണത്തിന് കാരണമായ ആളുകൾ റീഇൻസ്റ്റേറ്റ് ചെയ്തു, അവർ പരീക്ഷ എഴുതി സന്തോഷമായിട്ട് നടക്കുക, കാണുകയല്ലേ ആളുകൾ? കേരളം മുഴുവൻ നടുങ്ങിപ്പോയ ഒരു സംഭവത്തിലെ കുറ്റവാളികളായ കുട്ടികൾ കുറച്ചു ദിവസമൊക്കെ പ്രശ്നത്തിലായി, പിന്നെ അവർ റീഇൻസ്റ്റേറ്റ് ചെയ്തു, അവർ വീണ്ടും പോയി പരീക്ഷ എഴുതുകയാണ്. താമരശ്ശേരിയിലെ കുട്ടികളും പരീക്ഷ എഴുതുകയാണ്. ഞാൻ വേണ്ട മെസ്സേജ്. നിങ്ങളെന്തിനാ അസ്വസ്ഥരാണ്? ഞാനല്ലേ പറയണത്. മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത്. അത് നമുക്ക് തർക്കിക്കുക, എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടുകൂടി തർക്കിക്കുക. മെസ്സേജാണ്. ഞാൻ SFI എന്നൊന്നും പറഞ്ഞില്ലല്ലോ, എന്നെ കൊണ്ട് എന്തിനാ പറയിപ്പിക്കണം? ഞാൻ അതൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മെസ്സേജാണ്. ഗവൺമെൻറ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതോറിറ്റീസ് ഒരു കുറ്റകൃത്യം, നാടിനെ നടുക്കിയ ഒരു കുറ്റകൃത്യം നടത്തിയവർക്ക് എന്ത് സംഭവിച്ചു? കുട്ടികൾ നോക്കില്ലല്ല. അപ്പം നോക്കുമ്പോൾ പത്രത്തിലും മറ്റേലും വാർത്തയുണ്ട്, അവർ പരീക്ഷ എഴുതി, അവർ കൂളായിട്ട് കിടക്കുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, നമ്മൾ കൂട്ടം ചേർന്ന് ഒരുത്തരെ കൊന്നാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പരീക്ഷ എഴുതാം, SLC പരീക്ഷ അവർ എഴുതുകയല്ലേ. ബാക്കിയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ? ഇതൊന്നും അത്ര വലിയ കാര്യമല്ല, ഇതൊന്നും അത്ര വലിയ സംഭവമല്ല എന്നുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്. സാർ, അതിൻ്റെ അപകടം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് ക്രൈമാണ്, പുതിയ തരത്തിലുള്ള ക്രൈമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വയലൻസ് കൂടിയെന്ന് മാത്രമല്ല, നേച്ചർ ഓഫ് വയലൻസ് മാറി. പണ്ട് ചെയ്യുന്ന പോലെയല്ല, നേച്ചർ കണ്ടില്ലേ? ഈ ചെറുപ്പക്കാരൻ 5 പേരെ 23 വയസ്സുകാരൻ കൊന്ന ക്രൈമിൻ്റെ നേച്ചർ, ഇത് സംഭവിക്കുന്നതിന് മുമ്പാണ് ഞാൻ ഈ സഭയിൽ പറഞ്ഞത്, നേച്ചർ ഓഫ് വയലൻസ് ചേഞ്ച്, മാറി. എന്തും ചെയ്യാം, ആർക്കെതിരെ എന്തും ചെയ്യാം. നമുക്കിവിടെ ഞാൻ പറഞ്ഞു, നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, സഭയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോടോ പോലും പങ്കുവയ്ക്കാത്ത എത്രയോ കാര്യങ്ങൾ ഇതിൻ്റെ പുറത്തിൽ നടക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? സ്കൂളുകളിൽ എന്താണ് സംഭവിക്കുന്നത്? ക്യാമ്പസുകളിൽ എന്താ ഒരു കോളേജ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വാർഡനില്ലേ? ഇയാൾ അറിയണില്ലേ 6 മാസമായിട്ട് നടക്കുന്നത്? വാർഡനെ പേടിപ്പിച്ച് വീട്ടിൽ വിടുകയാണ്, നീ ഇവിടെ താമസിക്കരുതെന്ന് പറഞ്ഞു. വാർഡൻ എന്ന് പറയുന്ന ആൾ അധ്യാപകനല്ലേ? നമ്മളൊക്കെ ഹോസ്റ്റലിൽ പഠിച്ചിട്ടുള്ളതല്ലേ? നമ്മൾ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ആ ഹോസ്റ്റലിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ ഹോസ്റ്റൽ വാർഡനായി അവിടെ ഉണ്ടാവില്ലേ? പ്രതിപക്ഷ ടൈം വേണം, ഒരു 2-3 മിനിറ്റ് കൂടി, കുറച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കുക. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ വാർഡനില്ലേ ഹോസ്റ്റലുകളിൽ? ഒരു ഓർഡർ വ്യാപകമായി ഹോസ്റ്റലുകളിൽ നടക്കുകയാണ്, ഡ്രഗ്സ് നടക്കുകയാണ്, വയലൻസ് നടക്കുകയാണ്, റാഗിങ് നടക്കുകയാണ്. സാർ, സപ്രസ് ചെയ്യാണ്. വളരെ അപൂർവം കേസുകളാണ് പുറത്തു വരുന്നത്. നിങ്ങൾ ഈ വരുന്ന കേസുകൾ മാത്രമല്ല, ഇഷ്ടംപോലെ കേസുകളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ റെപ്യൂട്ടേഷൻ ഭയന്ന് അവർ ഒളിച്ചു വയ്ക്കുകയാണ്, അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പോലീസിന് റിപ്പോർട്ട് ചെയ്താലല്ലേ പോലീസിന് കേസെടുക്കാൻ പറ്റുള്ളൂ. അവർ മൂടി വയ്ക്കുകയാണ്, PTA-യും ഇൻസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസ് ഇനിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടാണ് നടക്കുന്നത്? നമ്മുടെ ഹോസ്റ്റലുകളിൽ ഒരു സംവിധാനം വേണ്ടേ? സ്കൂളുകളിൽ എന്താണ് നടക്കുന്നതെന്ന് വേണ്ടേ?